അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു അഡാറ് ചിക്കൻ്റെ ഐറ്റം ആയിട്ടാണ്. ഇതാണ് ചിക്കൻ ചുക്ക. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിനാദ്യം വേണ്ടത് ഒരു 3 സവാള സ്ലൈസ് ചെയ്തതാണ്. അത് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്ത് കോരാം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഈ സവാളയൊക്കെ ആഡ് ചെയ്ത് വറുത്ത് കോരി എടുക്കുവാണ്. ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറക്കണം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്യുന്നത്. ഒരു 10 കാഷ്യൂ നട്ട്സ് കാണും ഇത്. അതുകൂടെ അങ്ങനെ തന്നെ നമുക്ക് വറുത്ത് കോരാം. ഇത് 3/4 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതിനുശേഷം കുറച്ച് ക്രഷ് ചെയ്ത പെപ്പറാണിത്, 1/2 ടീസ്പൂൺ കാണും. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള കരിവേപ്പില, പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച നമ്മളുടെ സവാള. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. ഈ ചിക്കനിലേക്കൊക്കെ ഈ കൂട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇത് ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്, അടച്ചു വെച്ചിട്ട്. ചിക്കൻ്റെ വേവ് ആവുന്നവരെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ എക്സസ് ആയിട്ട് ഓയിൽ തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ നമുക്ക് ഇന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയണം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.